അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. റിയാദുസ് സാലിഹീൻ ക്ലാസ് 56. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. 56ാമത്തെ ക്ലാസ് ആണ്. ബാബു വുജൂബിൽ ഇൻഖിയാദി ലിഹുക്മില്ലാഹി തആല. അള്ളാഹുവിന്റെ വിധി വിലക്കുകൾ അംഗീകരിക്കൽ നിർബന്ധമാണ്, അതിന് വിധേയമാവൽ നിർബന്ധമാണ്. അതിനെക്കുറിച്ച് പറയുന്ന അധ്യായമാണ്. ഖാല അല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ഫലാ വറബ്ബിക ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും സുമ്മ ലാ യജിദൂ ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൻ നിസായിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഫലാ വറബ്ബിക, താങ്കളുടെ നാഥനെ തന്നെ സത്യം, അള്ളാഹുവിനെ തന്നെയാണ് സത്യം. അള്ളാഹു തന്നെയാണ് പറയുന്നത്. അപ്പം നബി തങ്ങളോട് പറയുകയാണ്, വറബ്ബിക, നിങ്ങളുടെ റബ്ബിനെ തന്നെ സത്യം. ഹത്താ ലാ യുഅ്മിനൂന ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലെ പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുകയും അതുപോലെ തന്നെ സുമ്മ ലാ യജിദൂന ഫീ അൻഫുസിഹിം ഹറജം മിമ്മാ ഖളൈത വയുസല്ലിമൂ തസ്ലീമാ. അതേ പ്രകാരം തന്നെ താങ്കളുടെ തീരുമാനത്തിൽ അവർക്ക് മനപ്രയാസമില്ലാതിരിക്കുകയും അവരെ പൂർണ്ണമായും താങ്കൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് വരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. അപ്പം അവർക്കിടയിലെ പ്രശ്നങ്ങളിൽ താങ്കളെ വിധികർത്താവായി സ്വീകരിക്കുകയും താങ്കളുടെ തീരുമാനത്തിൽ അവർക്ക് മനപ്രയാസമില്ലാതിരിക്കുകയും അവരെ പൂർണ്ണമായിട്ടും താങ്കൾക്ക് സമർപ്പിക്കുകയും ചെയ്യുന്നത് വരെ അവർ യഥാർത്ഥ വിശ്വാസികളാവുകയില്ല. അപ്പം പൂർണ്ണമായും അള്ളാഹുവിലേക്ക്, അള്ളാഹുവിന്റെ റസൂലിലേക്ക് സമർപ്പിക്കണം. മറ്റൊരായത്ത് കാണാം. ഖാല അല്ലാഹു തആല, ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും അൻ യഖൂലു സമിഅനാ വഅതഅനാ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് അവതരിച്ച വിശുദ്ധ ഖുർആനിലെ സൂറത്തുൻ നൂറിൽ നമുക്ക് കാണാൻ കഴിയും. ഇന്നമാ കാന ഖൗലുൽ മുഅ്മിനീന ഇദാ ദുഉ ഇലല്ലാഹി വറസൂലിഹി ലിയഹ്കുമ ബൈനഹും. അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്കും റസൂലിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ, അതായത് ഖുർആനിലേക്കും ഹദീസിലേക്കും ക്ഷണിക്കപ്പെട്ടാൽ അവര് പറയും, സമിഅനാ വ അതഅനാ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാമെന്നായിരിക്കും അവരുടെ മറുപടി. ഞങ്ങൾ കേൾക്കാം, ഞങ്ങൾ അനുസരിക്കാം എന്നായിരിക്കും സത്യവിശ്വാസികളുടെ മറുപടി. വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ, അവർ തന്നെയാണ് വിജയികൾ. അപ്പം രണ്ട് വിഷയമാണ്, വിശ്വസിക്കാത്ത ആളുകളെ കുറിച്ചും വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ചും രണ്ട് പരാമർശമാണ് ഇവിടെ നടന്നിട്ടുള്ളത്. ഇവിടെ അവരുടെ പ്രശ്നങ്ങളിൽ തീർപ്പ് കൽപ്പിക്കാൻ വേണ്ടി അള്ളാഹുവിലേക്ക്, അതായത് വിശുദ്ധ ഖുർആനിലേക്ക്, റസൂലിലേക്ക്, ഹദീസിലേക്ക് ക്ഷണിക്കപ്പെട്ടാൽ ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യാമെന്നായിരിക്കും സത്യവിശ്വാസികളായ ആളുകളുടെ മറുപടി. അവർ തന്നെയാണ് വിജയികൾ. വഫീഹി മിനൽ അഹാദീസി ഹദീസു അബീ ഹുറൈറത്ത ഫി അവ്വലിൽ ബാബി ഖബ്ലഹു വഗൈറുഹു മിനൽ അഹാദീസി ഫീഹി. ഏതായാലും കഴിഞ്ഞ ബാബിൽ പറഞ്ഞൊരു ഹദീസ് ഉണ്ട്, അതേ പ്രകാരം തന്നെ ഈ വിഷയവുമായി ബന്ധമുള്ളതാണ്. ആ പറഞ്ഞ ഹദീസ്, നേരത്തെ പറഞ്ഞ ഹദീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ടതാണ്. ഇനി അടുത്ത ഹദീസ്. അൻ അബീ ഹുറൈറത്ത റളിയല്ലാഹു അൻഹു, ബഹുമാനപ്പെട്ട അബൂ ഹുറൈറ തങ്ങൾ നിവേദനം ചെയ്യുകയാണ്. ഖാല, ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ലമ്മാ നസലത്ത് അലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മേൽ അവതരിച്ചപ്പോൾ, ഖുർആൻ സൂക്തം അവതരിച്ചപ്പോൾ. ഏതാണ് സൂക്തം? ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർളി വഇൻ തുബ്ദു മാ ഫീ അൻഫുസികും ഔ തുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. സൂറത്തുൽ ബഖറയിലെ 283ാമത്തെ ആയത്താണ് ലില്ലാഹി മാ ഫിസ് സമാവാതി എന്ന് തുടങ്ങുന്ന ആയത്ത്. ആകാശഭൂമികളിലുള്ള സർവ്വത് മുഴുവനും അള്ളാഹുവിനുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ മനസ്സിലുള്ളത് മറച്ചു വെച്ചാലും വെളിപ്പെടുത്തിയാലും അള്ളാഹു അത് കാരണം അവൻ നിങ്ങളെ വിസ്തരിക്കുന്നതാണ്, നിങ്ങളെ ചോദ്യം ചെയ്യപ്പെടുന്നതാണ്, ഹിസാബ് ചെയ്യുന്നതാണ് എന്ന് പറഞ്ഞ് ഈ ആയത്ത് ഇങ്ങോട്ട് അവതരിച്ചപ്പോൾ ഇസ്തദ്ദ ദാലിക അലാ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സ്വഹാബാക്കൾക്ക് അത് ഗൗരവമായി തോന്നി. ഫഅതൗ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, അവര് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് വന്നു. ഈ ആയത്ത് ഇറങ്ങിയ സമയത്ത് സഹാബാക്കൾക്ക് ഇതൊരു ഗൗരവമായി തോന്നി. ഫഅതൗ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം സുമ്മ ബറകു അല റുകബി, അവര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപിച്ചുകൊണ്ട് മുട്ടുംകാല് കുത്തിക്കൊണ്ടിരുന്നു. എന്നിട്ട് ഫഖാലു, അവര് ചോദിച്ചു, ഐ റസൂലല്ലാ, ഓ അള്ളാഹുവിന്റെ റസൂലേ, കുഫിൽനാ മിനൽ അഅ്മാലി മാ നുതീഖു അസ്സലാത്ത വൽ ജിഹാദ വസ്സിയാമ വസ്സദഖത. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുക, മുട്ടുംകാല് കുത്തി വെച്ചുകൊണ്ട്, പ്രവാചകരെ, ഞങ്ങൾക്ക് സാധ്യമായ നിസ്കാരം, അതേ പ്രകാരം യുദ്ധം, നോമ്പ്, സക്കാത്ത് മുതലായവ ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ വഖദ് ഉൻസിലത്ത് അലൈക ഹാദിഹിൽ ആയത്തു വലാ നുതീഖുഹ, എന്നാൽ ഇപ്പോൾ ഇതാ നിങ്ങൾക്ക് ഒരു ആയത്ത് അവതരിച്ചിരിക്കുന്നു, ഇതാകട്ടെ ഞങ്ങൾക്ക് സാധ്യമല്ലതാനും. ഇപ്പൊ ഞമ്മൾക്ക് എന്താക്കി, നബിതങ്ങളെ, നിങ്ങൾക്ക് ഒരു ആയത്ത് അവതരിച്ചിട്ടുണ്ട്, അത് ഞങ്ങൾക്ക് സാധ്യമല്ല എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സഹാബാക്കൾ വന്ന് പറഞ്ഞപ്പോൾ, ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി മിൻ ഖബ്ലിക്കും സമിഅനാ വ അസൈനാ വ അസൈനാ ബൽ ഖൂലു സമിഅനാ വ അതഅനാ ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരോട് ചോദിക്കുകയാണ്, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബൈനി മിൻ ഖബ്ലിക്കും, നിങ്ങളുടെ മുമ്പ് വേദം നൽകപ്പെട്ടവരായ രണ്ട് വിഭാഗം ആളുകൾ, ജൂതന്മാരും ക്രൈസ്തവരും, അവര് പറഞ്ഞതുപോലെ അവരുടെ പ്രവാചകന്മാരോട് പറഞ്ഞതുപോലെ നിങ്ങളും പറയാൻ ഉദ്ദേശിക്കുകയാണോ? എന്താ അവര് പറഞ്ഞത്? സമീഅന വ അസൈന, ഞങ്ങൾ കേട്ടു, ഞങ്ങൾ കൽപ്പനകൾ നിരസിക്കുകയും ചെയ്തു എന്നാണ് ജൂതന്മാരും ക്രിസ്ത്യാനികളും പറഞ്ഞത്. അതുപോലെ നിങ്ങളും ഉദ്ദേശിക്കുകയാണോ എന്ന് ചോദിച്ചു. എന്നിട്ട് ബൽ, എന്നല്ല, കൂലു, നിങ്ങൾ പറയുക, സമീഅന വ അതഅന ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. സമീഅന, ഞങ്ങൾ കേട്ടു, വ അതഅന, ഞങ്ങൾ അനുസരിക്കുകയും ചെയ്തു, ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ, ഗുഫ്റാനക റബ്ബനാ, ഞങ്ങളുടെ നാഥാ, ഞങ്ങൾക്ക് നീ പുറത്തു തരണമേ, വ ഇലൈക്കൽ മസീർ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം, നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ എന്ന് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബാക്കളോട് പറയുകയാണ്. ഏതായാലും ഫലമ്മ ഖതറഅഹാ ഖൗമു വസലഖത് ബിഹാ അൽസിനതുഹും, ഈ സൂക്തം ജനങ്ങൾക്ക് നല്ലവണ്ണം മോദാൻ കഴിയുകയും നാവ് അതിന് വഴങ്ങുകയും ചെയ്തപ്പോൾ അൻസലല്ലാഹു തആല ഫീ സിരിഹ, അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതാണ് ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബിഹി വൽ മുഅ്മിനൂൻ കുല്ലുൻ ആമന ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റുസുലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റുസുലിഹി വഖാലു സമീഅനാ വ അതഅനാ ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ആമനർ റസൂലു ബിമാ ഉൻസില ഇലൈഹി മിർ റബ്ബി, അല്ലാഹുവിൽ നിന്ന് അവതരിച്ചതായ കാര്യങ്ങളെ കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സത്യവിശ്വാസികളും വിശ്വസിച്ചിരിക്കുന്നു. അവരെല്ലാം അള്ളാഹുവിലും അവന്റെ മലക്കുകളിലും അതേ പ്രകാരം ബില്ലാഹി വ മലായികതിഹി വ കുതുബിഹി വ റസുലിഹി, അള്ളാഹുവിനെ കൊണ്ടും അള്ളാഹുവിന്റെ മലക്കുകളിലും അള്ളാഹുവിന്റെ വേദ കിതാബുകളിലും റസൂലുകളിലും അവർ വിശ്വസിച്ചിരിക്കുന്നു. ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസുലി, അവന്റെ പ്രവാചകന്മാർക്കിടയിൽ ഞങ്ങൾ യാതൊരു വിവേചനവും കാണിക്കുകയില്ല. വഖാലൂ സമീഅനാ വ അതഅനാ ഗുഫ്റാനക റബ്ബനാ വ ഇലൈക്കൽ മസീർ, ഞങ്ങൾ കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യും ഞങ്ങളുടെ നാഥാ, ഞങ്ങളോട് നീ പൊറുക്കണേ, നിന്നിലേക്കാണ് ഞങ്ങളുടെ മടക്കം, വ ഇലൈക്കൽ മസീർ. വലമ്മാ ഫഅലൂ ദാലിക നസഖഹ അല്ലാഹു, ഇങ്ങനെ അവര് ചെയ്തപ്പോൾ, ഈ കാര്യങ്ങളെല്ലാം അവര് ചെയ്തപ്പോൾ അള്ളാഹു അത് ദുർബലപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിക്കുകയാ. ഫലമ്മാ ഫഅലൂ ദാലിക നസഖഹ അല്ലാഹു തആല,
ഇതെല്ലാം അവർ പ്രവർത്തിച്ച സമയത്ത് അള്ളാഹു അതിനെ ദുർബലപ്പെടുത്തിക്കൊണ്ട് അവതരിപ്പിച്ചു. എന്താ അവതരിപ്പിച്ചത്? ഫഅൻസല അല്ലാഹു അസ്സ വജല്ല ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത് റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ. അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും സൂറത്തുൽ ബഖറയുടെ അതിന്റെ ശേഷമായിട്ട് പറയുക, ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ, ഒരാളോടും നമ്മൾ എന്താക്കുന്നില്ല, കൽപ്പിക്കുന്നില്ല, ഇല്ലാ വുസ്അഹാ, അവന് സാധിക്കുന്നതല്ലാതെ കൽപ്പിക്കുകയില്ല. പിന്നെ ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്, അതേ പ്രകാരം തന്നെ ഓരോ ശരീരവും പ്രവർത്തിക്കുന്നതിന്റെ ഗുണം അതിനു തന്നെയാണ്, അത് ചെയ്യുന്നതിന്റെ ദോഷവും ഗുണവും എല്ലാം അവർക്ക് തന്നെയാണ്. ഇല്ലാ വുസ്അഹാ ലഹാ മാ കസബത് വഅലൈഹാ മക്തസബത്, ഓരോ ശരീരവും പ്രവർത്തിക്കുന്നതിന്റെ ഗുണം അതിന് തന്നെയാണ്, അതേ പ്രകാരം തന്നെ പ്രവർത്തിക്കുന്നതിന്റെ ദോഷവും അതിന് തന്നെയാണ്. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ, റബ്ബനാ ഞങ്ങളുടെ നാഥാ, ലാ തുആഖിദ്നാ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ, ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ ഞങ്ങൾ മറന്നോ അബദ്ധത്തിലോ ചെയ്തു പോകുന്നതിൽ നീ ഞങ്ങളെ ശിക്ഷിക്കല്ലേ. അപ്പൊ കാല അങ്ങനെ പറയുന്ന സമയത്ത് അല്ലാഹു പറയും, നഅമദേ റബ്ബനാ വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ. പിന്നെ പറയുകയാണ്, റബ്ബനാ ഞങ്ങളുടെ നാഥാ, വലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലല്ലദീന മിൻ ഖബലിനാ ഞങ്ങളുടെ മുമ്പുള്ളവരുടെ മേൽ നീ ചുമത്തിയതുപോലെയുള്ള ഭാരമായ നിയമങ്ങൾ നീ ഞങ്ങളുടെ മേൽ ചുമത്തരുതേ. ഖാല എന്നവർ പറയുന്ന സമയത്ത് അല്ലാഹു പറയും, നാം ശരി. പിന്നീട് പറയുന്നു, റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ, റബ്ബനാ ഞങ്ങളുടെ നാഥാ, വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ഞങ്ങളുടെ കൈവിൽ പെടാത്ത കാര്യങ്ങൾ ഞങ്ങളുടെ മേൽ നീ അടിച്ചേൽപ്പിക്കരുതേ എന്ന് പറയുന്ന സമയത്ത് അല്ലാഹു പറയും, ഖാല അല്ലാഹു പറയും, നഅം. പിന്നീട് പറയുന്നു, വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. വഅഫു അന്നാ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് മാപ്പ് തരണമേ, വഗ്ഫിർ ലനാ നീ ഞങ്ങൾക്ക് പുറത്തു തരണമേ, വർഹംനാ നീ ഞങ്ങൾക്ക് കരുണ ചെയ്യണമേ, അൻത മൗലാനാ നീ ഞങ്ങളുടെ രക്ഷാധികാരിയാണ്, ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ കാഫിരീങ്ങളായ ആളുകളുടെ മേൽ നീ ഞങ്ങളെ സഹായിക്കണേ, അതായത് അവിശ്വാസികൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിക്കണേ എന്ന് നല്ലൊരു ദുആയാണിത്. ഈ ദുആ നമ്മൾ ദുആ ചെയ്യണമെന്ന് ഈ സമയത്ത് കാല. അതിനുശേഷം പറയുന്നു, ഇങ്ങനെ അവർ പറയുന്ന സമയത്ത് കാല അള്ളാഹു പറയും ശരി എന്ന് അള്ളാഹു പറയും. അപ്പൊ ഏതായാലും ഇവിടെ എന്താണോ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മോട് കൽപ്പിച്ചത്, ആ കൽപ്പിച്ചതായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തണം. എന്താണോ അള്ളാഹു വിരോധിച്ചത്, ആ വിരോധിച്ച കാര്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ നിന്ന് പാടെ ഉപേക്ഷിക്കുകയും വേണം. ജീവിതത്തിൽ ധാരാളം ഹൈറാത്ത് ചെയ്യാനുള്ള, നന്മ ചെയ്യാനുള്ള തൗഫീഖ് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും നൽകുമാറാവട്ടെ. وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.